ഇന്ന് വന്നിരിക്കുന്ന വിധിയിൽ വ്യക്തിപരമായി പൂർണ്ണ തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി പൂർണ്ണ തൃപ്തി ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. രാഷ്ട്രീയമായ കമന്റ് ആണോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായ കമന്റാണ്. ഇരട്ട ജീവപര്യന്തം എന്നത് കോടതി കൊടുത്ത കടുത്ത ശിക്ഷയാണ് എങ്കിൽ പോലും വ്യക്തിപരമായി തന്നെ പറയട്ടെ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ടോ MLA ആയിട്ടോ ഒന്നുമല്ല സംസാരിക്കുന്നത്. വ്യക്തിപരമായി ആ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ പറയുക, ഞാൻ ആഗ്രഹിച്ചത് വധശിക്ഷ ഉണ്ടാകണം എന്നായിരുന്നു. കോടതിക്ക് എന്തുകൊണ്ടാണ് ഒരു ചെറുപ്പക്കാരനെ 47 വെട്ട് മനുഷ്യ ശരീരത്തിലൂടെ വെട്ടി തുണ്ടം തുണ്ടമാക്കി നുറുക്കിയതിനെ അപൂർവങ്ങളിൽ അപൂർവമായൊരു കേസായി കാണുവാൻ കഴിയാതിരുന്നത് എന്ന് എന്റെ മനുഷ്യത്വത്തിന്റെ യുക്തി വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഒരു ചെറുപ്പക്കാരന്റെ തലയിൽ മഴുകൊണ്ട് ഒറ്റ വെട്ടിന് അവന്റെ തലയും തലയോട്ടിയും തലച്ചോറും പിളർന്നു പോകുന്ന ഒരു കേസിനെ ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് എന്തുകൊണ്ടാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കാണുവാൻ കഴിയാത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇരട്ട ജീവപര്യന്തം എന്നത് ഒരുപക്ഷെ മറ്റൊരു നീതിയായിരിക്കാം. ഒറ്റയടിക്ക് മരിക്കാൻ പാടില്ല. ഈ ചെയ്ത ക്രൂരത അത്രയും ആലോചിച്ച് ഓർത്തെടുത്ത് ഓരോ ദിവസവും നരകിച്ച് അനുഭവിച്ച് ആ കുടുംബം കൊല്ലപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്നത്തെ ദിവസവും കരയുന്ന കണ്ണുമായി ഇരിക്കുന്ന അമ്മയും പെങ്ങന്മാരും ആ അച്ഛന്മാരും അവരനുഭവിക്കുന്ന വേദന, ആ വേദനയുടെ ഒരു അംശം പോലും ആകുന്നില്ല ഇവര് ഒരു ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്ന നരകയാതനയ്ക്ക്. അങ്ങനെ അനുഭവിച്ചു മരിക്കട്ടെ എന്നുള്ളത് മറ്റൊരു നീതിയായിരിക്കാം. എന്തായാലും വധശിക്ഷ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. 10 ആളുകളെ വെറുതെ വിട്ട വിഷയത്തിനകത്ത് ഞങ്ങൾ അപ്പീല് പോകും. വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഭരണകൂടം ഏതാണ്, കൊലയാളി ഏതാണെന്ന് വേർതിരിച്ചറിയുവാൻ കഴിയാത്ത കേസാണ് പെരിയയിലെ. അതിന്റെ ഉദാഹരണമായിട്ടാണ് ഒരു മുൻ MLA CPMന്റെ കാസർഗോഡ് ജില്ലയിലെ കാറ്റഗറിയിലെ 3ാമത്തെ റാങ്കുകാരൻ 5 വർഷം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേസ്. അതുകൊണ്ടാണ് പറഞ്ഞത് കൊലയാളി ഏതാണ്, ഭരണാധികാരി ഏതാണെന്ന് വേർതിരിച്ചറിയുവാൻ കഴിയാത്ത കേസ്. ആ കേസിനകത്ത് കുറച്ചുകൂടി മാതൃകാപരമാകേണ്ടിയിരുന്നു ശിക്ഷാവിധി. അതല്ല എങ്കിൽ കൊലപാതകങ്ങൾക്കുള്ള പ്രോത്സാഹനമായി പോകും. സർക്കാർ പരമാവധി പ്രോത്സാഹനം ഈ കൊലയാളികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. കോടതിയുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ജാഗ്രത ആ വിഷയത്തിനകത്ത് ഉണ്ടാകണമായിരുന്നു എന്നുള്ള ഒരു കമന്റ് ആണ് പറയാനായിട്ടുള്ളത്. കാരണം ഇപ്പൊ നിർഭയ കേസിനകത്തൊക്കെ കോടതി മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ടല്ലോ, ഇനി ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഈ കേസിനകത്ത് ഇനി ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ നിഷ്ഠൂരമായൊരു കൊലപാതകം ഇനി നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന്റെ പേരിൽ, ഒരു നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന്റെ പേരിൽ, അവർക്ക് ആവശ്യമായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ പേരിൽ മാത്രം ഒരു ചെറുപ്പക്കാരന് ജീവിക്കാനുള്ള അവകാശം റദ്ദു ചെയ്യപ്പെടുന്ന സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ല. ശരത് ലാലില്, ഷുഹൈബില്, കൃപേഷില്, ഷുക്കൂറില്, TP ചന്ദ്രശേഖരിലൊക്കെ ഒടുങ്ങണം ആ പേര്. പിന്നെയും പിന്നെയും ആ പേരുകൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ഈ കുടുംബങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് അറുതി വരുത്തേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും കോടതിയാണ് നമ്മുടെ ഒരു അവസാനത്തെ അത്താണി, പ്രതീക്ഷ. കോടതിയാണ് അവസാനത്തെ പ്രതീക്ഷ. ആ പ്രതീക്ഷയാകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, കൊലയാളി ഏതാണ്, സർക്കാർ ഏതാണെന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്തൊരു കേസിനകത്ത് കോടതി ആ ഗൌരവത്തിൽ കണ്ടിരുന്നുവെങ്കിൽ വധശിക്ഷ ലഭിക്കുമായിരുന്നു. വധശിക്ഷ ലഭിക്കണ്ടേ? 2 ചെറുപ്പക്കാർക്ക്, ഒരു നാടിന് പ്രതീക്ഷയാകുന്ന 2 ചെറുപ്പക്കാരെ കൊന്നൊടുക്കിയ ആളുകൾക്ക് എത്രയൊക്കെ നരകയാതനയാണെന്ന് പറഞ്ഞാലും 2 മനുഷ്യന്മാരുടെ ജീവിക്കാനുള്ള അവകാശമല്ലേ റദ്ദു ചെയ്യപ്പെടുന്നത്? അതിൽ വധശിക്ഷ തന്നെയായിരുന്നു ലഭിക്കേണ്ടത്. ഇത് പൊളിറ്റിക്കലി കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണോ? ഇന്നത്തെ കാലത്ത് ആധുനിക മനുഷ്യാവകാശ സങ്കല്പങ്ങൾക്ക് ചേർന്ന് പോകുന്ന സ്റ്റേറ്റ്മെന്റ് ആണോ എന്നൊന്നും എനിക്ക് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയല്ല. ഇപ്പോ ഞാൻ ആ അമ്മമാരുടെ മകനായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വധശിക്ഷ തന്നെയായിരുന്നു വേണ്ടിയിരുന്നതെന്നാണ്.